ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സതൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സതൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റാണ്. അതൊരു നാടൻ സ്റ്റൈലിലുള്ള ഒരു എഗ് റോസ്റ്റ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സതൻ മെനു കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടും. വേണ്ടിയിട്ട് ഞാനിവിടെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 4 മീഡിയം സൈസുള്ള സവോള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഏകദേശം ഒരു 3 മുതൽ 4 പേർക്ക് കഴിക്കാനുള്ള അളവിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി എടുക്കുക. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എണ്ണ തീരെ ഇല്ലാതിരിക്കാൻ പാടില്ല, തീരെ കുറവ് എടുക്കരുത്. അപ്പോൾ സവോളയ്ക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്തിടുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നന്നായിട്ട് അതൊന്ന് ചുരുങ്ങും. അപ്പോൾ ഇത്രയും സവാള നമ്മൾ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നെടുകെ കീറിയിട്ട് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അത് കൂടാതെ നമ്മൾ മുളക് പൊടിയും കൂടെ ചേർക്കുമല്ലോ, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ പച്ചമുളകൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നുള്ള് പഞ്ചസാര. ഇത് ഈ എന്താണ് സവോള വഴറ്റുന്ന സമയത്തൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും പഞ്ചസാര ഇടരുത്, ഒരു നുള്ളു മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർക്കുവാണെങ്കിൽ നമ്മൾ ഓണിയനൊക്കെ നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് കിട്ടും, പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഇതുപോലെ നമ്മൾ തുറന്ന് വെച്ച് വഴറ്റുവാണെങ്കിൽ കുറേ സമയം എടുക്കും. സോ ഞാനിപ്പോൾ ഇതൊരു ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നിങ്ങൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചുവട് കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അടച്ചു വെച്ച് ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്, കാരണം അടിയിൽ പിടിക്കും പെട്ടെന്ന്. അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സവോള അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് വെള്ളം കാണും, അത് കുഴപ്പമില്ല. നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഓണിയനൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളർ ആവണം. അപ്പോൾ ഞാനിതിനെ തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്, കാരണം അതിനകത്ത് കുറച്ച് ചെറുതായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ സവോളയൊക്കെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവില്ല. അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഗ്രേവി ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ സവോളയൊക്കെ നന്നായിട്ട് അങ്ങ് ചുരുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഗ്രേവി കുറവായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർക്കുവാണ്. ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സവോളയൊക്കെ ഒന്നും അധികം വഴണ്ട് ചുരുങ്ങി പോയിട്ടില്ല, പക്ഷെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ സിമ്പിളാണ്, പക്ഷെ നമ്മൾ ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയം മാത്രം മതി. ഒരുപാട് നേരം നമ്മൾ തുറന്നു വെച്ച് വഴറ്റുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ അടച്ചു വെച്ച് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട്, കുറേ നേരം നമുക്ക് വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നോക്കണം, ഇത് അടി പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നോക്കിയാൽ നമ്മുടെ സവോളയും എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന്
പൊടികളൊക്കെ ഒന്ന് ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ മുട്ട പുഴുങ്ങി വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് സൈഡിൽ. ഇത് നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ മുളക് പൊടി, ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു സ്പൂൺ, ഏകദേശം ഒരു 1.5 സ്പൂണ് ഞാൻ കശ്മീരി മുളക് പൊടി ചേർക്കുവാണ്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ കയ്യിലുള്ള നല്ല മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഞാനിവിടെ 1.5 സ്പൂണ് കശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 സ്പൂണ് നല്ല മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ആകെ നമുക്ക് 2 സ്പൂണ് മുളക് പൊടി വേണം. അതിൽ എത്രത്തോളം കശ്മീരി മുളക് പൊടി ചേർക്കാം അല്ലെങ്കിൽ എത്രത്തോളം നല്ല മുളക് പൊടി ചേർക്കാം എന്നുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ അടി പിടിക്കും. അപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർക്കണം. ഇതിൻ്റെ കൂടെ ഏകദേശം ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഗരം മസാല. അപ്പോൾ ഇതും കൂടെ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഗരം മസാലയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലക്കൊക്കെ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറയ്ക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും, അധികം ചേർക്കരുത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളി ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല പുളിയുള്ള ഒരു തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ സവോള വഴറ്റി അതേപോലെ തന്നെ നമുക്ക് തക്കാളി ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കും, ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത പരുവത്തിലാണ് വേണ്ടതെങ്കിൽ വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. അത്യാവശ്യം ഒന്ന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാം. അതേപോലെ എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചേർക്കാവുന്നതാണ്. കുരുമുളക് പൊടി ചെറുതായിട്ടൊന്ന് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതേപോലെ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം. ഇപ്പോൾ ഞാനിപ്പം നല്ല പുളിയില്ല തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എനിക്കെല്ലാം കറക്റ്റായിട്ടാണ് ഉള്ളത്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് മുട്ട ചേർക്കുവാണ്. ഏകദേശം ഞാൻ 4 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഞാൻ അതുപോലെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 മുട്ടയും നെടുകെ കീറിയിട്ടിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ മുട്ടയുടെ മഞ്ഞക്കരുവൊക്കെ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതുപോലെ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ചെറിയ തീയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടയിലേക്കൊന്ന് മസാലയൊക്കെ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കറിവേപ്പില മറക്കാതെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, ഏകദേശം 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. മുകളിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള തനി നാടൻ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് തുടക്കക്കാർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരാം. മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റിൽ അറിയിക്കുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്